ഞാൻ പറഞ്ഞല്ല, സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഈ കാര്യങ്ങളൊന്നും എന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ആദ്യം പറഞ്ഞത് എന്താ? സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കില്ല. ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ മാത്രമല്ല, ചില ആക്രി പിന്നെ ഇതുണ്ടല്ലോ നിരീക്ഷകന്മാരും. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച പോലെ അവൻ അത്ര മണ്ണുണ്ണിയല്ല. അവർ വന്നിരുന്ന് പറയാണ്, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ, തൃശ്ശൂരിൽ തോൽപ്പിക്കാൻ BJPയുടെ സംസ്ഥാന ഘടകം പരിശ്രമിക്കുന്നു. വൈകുന്നേരം നിങ്ങളൊക്കെ ചാനലിൽ വൈകുന്നേരം വന്നിരിക്കുന്നുണ്ടല്ലോ കള്ളപ്പണിക്കർമാർ കുറെ ആൾക്കാർ. ഈ മഹാഭാവി നമ്മളെ ഓട്ടിച്ച ഓട്ടം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെതിരെ രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഭയങ്കര വെടിവെപ്പുകാരനാണ്. സത്യം പറയ ശിവേട്ട, അയാൾ നല്ലോണം വെടിവെക്കൂ. ശ്രീജിത്ത് പണിക്കരുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. പ്രിയപ്പെട്ട ഗണപതി വട്ടജി, നിങ്ങൾക്ക് എന്നോട് നല്ല കലിപ്പുണ്ടാകും. മകന്റെ കള്ളനിയമനം, തെരഞ്ഞെടുപ്പ് കാലത്തെ കുഴൽപ്പണം, തുപ്പൽ വിവാദം, സ്ഥലപ്പേര് വിവാദം, ഇതിലൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല കലിപ്പുണ്ടാകും. സ്വാഭാവികം. സ്വന്തം അധ്വാനത്തിന്റെ ബലത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ അതിൽ ഉറക്കം വരുന്നു. പ്രത്യേകിച്ച് ഒരു പങ്കുമില്ലാത്ത നിങ്ങൾ എന്തിനാണ് എന്നോട് എട്ടുകാലി മമ്മുഞ്ഞ് കളിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. Once a cop, always a cop. And I am a bloody cop. അല്ലെങ്കിൽ ഒരു MP-ക്ക് എങ്ങനെ ഒരു സ്ഥലത്തെ പുനർനാമകരണം ചെയ്യാൻ കഴിയുമെന്ന എന്റെ ചോദ്യത്തിന് മറുപടി പറയൂ. ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. മനുഷ്യരെ വെറുപ്പിക്കുന്ന കുത്തിത്തിരിപ്പ് മാറ്റിവെച്ച് അവർക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്താൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ സ്വീകാര്യത നിങ്ങൾക്കും കിട്ടും. അല്ലെങ്കിൽ പതിവ് പോലെ കെട്ടിവെച്ച കാശു പോകും.